എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്മി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ജ്വല്ലറി ലവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെയല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പക്ഷേ ജ്വല്ലറി ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം നമ്മളിന്നൊരു ജ്വല്ലറി ഹാൾ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻസ്റ്റഗ്രാം ജ്വല്ലറി സ്റ്റോർ ഹാൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൻ്റെ പേരാണ് VP സ്റ്റോർ. അപ്പോൾ ഇവരെന്നെ കോൺടാക്ട് ചെയ്യണ്ടായിട്ട് പറഞ്ഞു കുറച്ച് ജ്വല്ലറി അയച്ചു തരട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരുടെ സ്റ്റോറിൽ കയറി നോക്കിയപ്പോഴാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല യുണീക്ക് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പോൾ അവരെനിക്ക് കുറച്ച് ജ്വല്ലറി അയച്ചു തന്നു. എന്നിട്ട് അതിൻ്റെ പ്രൈസൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് എന്തായാലും ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഭയങ്കര അഫോർഡബിൾ ആണെന്ന് മാത്രമല്ല നല്ല ക്വാളിറ്റിയാണ്, നല്ല യുണീക്ക് പീസസും ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഉണ്ട്. അത് രണ്ട് തരത്തിലും ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഉണ്ട്. അതായത് ഗോൾഡനും ഉണ്ട്, അതേപോലെ സിൽവറും ഉണ്ട്. അതല്ലാണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റി നല്ല രസമായിട്ടുള്ള ജുംകാസും നല്ല ഭംഗിയായിട്ടുള്ള കുറേ ജ്വല്ലറി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ജ്വല്ലറി ലവേഴ്സിനെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നത്. ഞാൻ തന്നെയാണ് ജ്വല്ലറി സെലക്ട് ചെയ്തത്. ഒരു കുറച്ചെണ്ണം അയച്ചു തന്നിട്ട് അവർ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്യാൻ ശ്രമിച്ചത്. സാധാരണ നമ്മൾ കാണുന്നതിന് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ളതും അത് കൂടാണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ചൊരു ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവരിങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നല്ല രസമായിട്ടുള്ള ജുംകാസും അതേപോലെ തന്നെ ജ്വല്ലറി പീസസും ഉണ്ടല്ലോ, അങ്ങനത്തെ ഞാൻ കണ്ടപ്പോൾ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ചോക്കറാണിത്. എൻ്റെ കയ്യിൽ അങ്ങനെ ചോക്കറില്ല, അപ്പോൾ എനിക്ക് വേണം തോന്നി എന്തായാലും. അപ്പോൾ എടുത്തതാണിത്. നല്ല രസമായിട്ടുണ്ട്. ഇതിൽ ഗണപതിയുടെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിൽ ബീഡ്സിന് ഫസ്റ്റ് പറയണം. ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ബീഡ്സ് ആണ്. പേർപ്പിൾ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ എഗെയിൻ പേർപ്പിൾ, ബ്ലൂ, റെഡ്, ബ്ലാക്ക് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിന് താഴെ മൾട്ടി കളർ സ്റ്റോൺസ് ഉണ്ട്. അതായത് ബ്ലാക്ക്, ഓറഞ്ച്, ബ്ലൂ, യെല്ലോ അങ്ങനെ മൾട്ടി കളർ സ്റ്റോൺസ് ഉണ്ട്. പിന്നെ താഴെ ഈ ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോയിൻ ഡീറ്റെയിലിങ്ങും അതേപോലെ ഫ്ലവറിൻ്റെ ഒരു കോയിൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. ചോക്കറായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇയറിങ്സും ഉണ്ട് കേട്ടോ. ഇയറിങ്സ് ഹാങ്ങിങ് ഇയറിങ്സ് ആണ്. എനിക്ക് കൂടുതൽ സ്റ്റഡ് ഇയറിങ്സ് ആണ് ഇഷ്ടം. എസ്പെഷ്യലി ചോക്കറിൻ്റെ ഒപ്പം വരുമ്പോൾ സ്റ്റഡ് ഇയറിങ്സ് ആണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. പക്ഷേ ഇത് അധികം വലിപ്പമില്ല, ഒരു മീഡിയം വലിപ്പമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്കറിൻ്റെ ഒപ്പം വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല. സ്റ്റഡ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നു. പക്ഷേ ഇതും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതും ഗണപതിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തനിയായിട്ട് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും. ഈ മാല തനിയായിട്ട് ഇടാം, കമ്മൽ തനിയായിട്ട് ഇടാം. ചോക്കറൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇടുകയാണെങ്കിൽ തന്നെ ഒരു കുഞ്ഞി സ്റ്റഡ് ഇട്ടാൽ മതിയാവുന്ന എനിക്ക് തോന്നുന്നത്. അതല്ല കമ്മലിടുകയാണ്, വലിയ കമ്മലൊക്കെ ഇടുകയാണെങ്കിൽ മാല ഇടാൻ അങ്ങനെയാണല്ലോ പൊതുവെ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം എപ്പോഴും കമ്മൽ മാത്രം ഇടുന്നതാണ്. അതല്ല മാല ഇടുന്നുണ്ടെങ്കിൽ തന്നെ വലിയ മാലയൊക്കെ ആണെങ്കിൽ കുഞ്ഞ് കമ്മൽ ഇടാറുള്ളൂ, അല്ലെങ്കിൽ മാച്ചിങ് സെറ്റായിട്ട് വരുമല്ലോ, അങ്ങനെ ഇടാറുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് മാല ഇടാണ്ടിരിക്കണം. ബ്ലോഗ്സ് ഒക്കെ കാണുമ്പോൾ അമ്മേനോട് എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും ഒരു മാല ഇട്ടുകൊണ്ടിട്ട് അങ്ങനെ ചോദിക്കും. ഞാൻ കോളേജിലൊക്കെ പോകുമ്പോൾ വഴക്കുണ്ടാക്കുമായിരുന്നു. എനിക്ക് മാല ഇടണ്ട, മാല ഇടാണ്ട് പോകുമ്പോൾ അമ്മ പറയും മാല ഇട്ടിട്ട് പോയാൽ മതി, കഴുത്ത് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണം നല്ലതല്ല. അതേപോലെ തറവാട്ടിലേക്ക് പോകുമ്പോൾ അമ്മൂമ്മയും പറയും ഇതെങ്ങനെ കഴുത്ത് ഇങ്ങനെ ഒഴിഞ്ഞത്, അങ്ങനെ അങ്ങനെ കുറേ പേരുണ്ടല്ലോ മാല ഇടുന്നതാണ്. എസ്പെഷ്യലി നമ്മളെക്കാട്ടിലും ഒരു ജനറേഷൻ മുമ്പുള്ളവർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതല്ലേ, പെൺകുട്ടികളാകുമ്പോൾ മാല ഇടണം. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെയല്ല അല്ലേ, മാല ഇടാണ്ട് കമ്മൽ മാത്രം വലുത് അങ്ങനെയൊക്കെയല്ലേ കൂടുതലും ഇടുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ ഈ ചോക്കർ ഇടുകയാണെങ്കിൽ ഒരു കുഞ്ഞ് കമ്മലിട്ടാലും മതിയാവും. അതിൽ ഇത് ഒരുമിച്ചിടുമ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് എത്നിക് വെയർ, അതേപോലെ തന്നെ ഇൻഡോ വെസ്റ്റേൺ ലുക്ക്, ബൊഹീമിയൻ ലുക്കിനൊക്കെ നല്ല ഭംഗിയാണ്. സാരി ആണെങ്കിൽ തന്നെ ഈ ബ്ലാക്ക് സാരിയുടെ ഒപ്പം നന്നായി പോകുന്നുണ്ട് കേട്ടോ. ഇതല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ കോട്ടൺ സാരീസ് വരില്ലേ, അതിൻ്റെ ഒപ്പമാണെങ്കിൽ പക്ഷേ ഈ അനാർക്കലി ആണെങ്കിൽ പ്ലെയിൻ അനാർക്കലീസ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇൻഡോ വെസ്റ്റേൺ ലുക്ക് വരുമ്പോൾ സ്കേർട്ട്, വൈറ്റ് ഷർട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ കൃതിക ഖുറാന അങ്ങനെയല്ലേ പേര്. പിന്നെ കോമൽ പാണ്ഡെ അവർക്ക് എന്ത് രസമായിട്ടല്ലേ സ്റ്റൈലി അങ്ങനത്തെ ചോക്കേഴ്സ് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് കേട്ടോ. നല്ല ഫിനിഷും ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസാണ് ഈ ചോക്കറും അതേപോലെ തന്നെ ഈ കമ്മലും കൂടിയിട്ട്. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കുറച്ചധികം നാളായല്ലോ നമ്മുടെ നാട്ടിൽ കടയിലൊക്കെ പോയിട്ട്. ഇപ്പം ഇങ്ങനത്തെ പീസസൊക്കെ നമ്മുടെ നാട്ടിൽ കടയിൽ 250 റുപ്പീസിനൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചങ്കി ജ്വല്ലറിയാണ് കണ്ടോ. ഒറ്റൊരു മാലയിൽ 3 ലെയറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അങ്ങനെ വലിയൊരു ഓവൽ ഷേപ്പിലുള്ള ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബീഡ്സിൽ കുറച്ച് സെൽഫ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. അത് കൂടാണ്ട് ഇവിടേക്ക് വരുമ്പോൾ ബ്ലാക്ക് ബീഡ്സും സിൽവർ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെൻഡൻസ് ഉണ്ടല്ലോ, ഇതിൽ എല്ലാത്തിലും ഇങ്ങനെ ബൾജിങ് ഉണ്ട്. ഇത് കണ്ടോ, ഈ ഡീറ്റെയിലിംഗ് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ഇനി ബ്ലാക്ക് സാരിയിപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. ഈ കോമൽ പാണ്ഡ്യനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചോക്കർ ഉണ്ടാവും, അതേപോലെ തന്നെ അടുത്തൊരു വലിയ നെക്ക് പീസ് ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഒരു അപാര കോൺഫിഡൻസ് വേണം കേട്ടോ. അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് എനിക്കൊന്നും അങ്ങനെ അത്ര ഞാൻ കംഫർട്ടബിൾ അല്ല. അങ്ങനെയൊന്നും അത്രയ്ക്ക് ജ്വല്ലറി ഇട്ടിട്ടും അങ്ങനെയൊന്നും സ്റ്റൈൽ ചെയ്യാൻ
ഞാൻ കംഫർട്ടബിൾ അല്ല. പുറത്ത് പോകുമ്പോഴൊക്കെ എനിക്ക് കുറച്ച് മിനിമൽ സംഗതികളാണ് കുറച്ചും കൂടുതൽ ഇഷ്ടം. പക്ഷെ മിനിമൽ സംഗതികളൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഒരുപാട് ജ്വല്ലറി ഇട്ട് അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് കോൺഫിഡൻസ് ലെവൽ നല്ല ഹൈ ആയിരിക്കണം അത് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ. അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം കേട്ടോ. അപ്പം അങ്ങനെ ജ്വല്ലറി നല്ലോണം സ്റ്റാക്ക് ചെയ്തൊക്കെ ഇടില്ലേ, ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ചോക്കർ, പിന്നെ ഒരു മാല, പിന്നെ ഒരു മാല, അങ്ങനെയൊക്കെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ എന്തായാലും ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ തന്നെയും ഇതൊരൊറ്റൊരു മാലയായിട്ട് ഇടാനാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് അത്ര ഇങ്ങനെ ഹെവി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാം, അങ്ങനത്തെ രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല പെർഫെക്ഷൻ ഉണ്ട്. 300 രൂപയാണ് കേട്ടോ. 300 റുപ്പീസിന് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. സാരി സിമ്പിൾ സാരിയാണ്, ഒരു പ്ലെയിൻ സാരിയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇങ്ങനത്തെ ഒരു മാല ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അടുത്തത് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ചോക്കറാണ്. ഇത് ഞാൻ മേടിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു ചോക്കറായിരുന്നു. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ഗുങ്കുരൂസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മൾട്ടി കളറാണ് ഇത്, സ്റ്റോൺസ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ചോക്കറും അതേപോലെ കമ്മലും ഇത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വരുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഈവൻ ഈ കമ്മൽ അത്ര ചെറുതല്ലെങ്കിൽ പോലും, അതായത് ഒരു മീഡിയം വലിപ്പമുള്ള കമ്മലാണ്, എന്നിരുന്നാൽ പോലും ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ സാരിയുടെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടില്ല, ബ്ലാക്ക് ആണല്ലോ, അപ്പോൾ സോളിഡ് കളറാണ്, അപ്പോൾ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഗുങ്കുരൂസ് ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ വന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല പോയിന്റി ആയിട്ടുണ്ട്. കമ്മലും നല്ല രസമായിട്ടുണ്ട്. ഈ കമ്മൽ തനിയുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, മാല തനിയുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇത് നമുക്ക് പലതരത്തിലുള്ള സ്റ്റൈൽ ചെയ്യാം. ഒരുപാട് പേരുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം അല്ല, ഡിഫറെൻറ്റ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പലരുടെ കയ്യിലും പല തരത്തിലാണ് ഉണ്ടാവുക. ചിലർക്ക് ഒറ്റ സ്റ്റോൺസേ ഉണ്ടാവുള്ളൂ, ചിലരുടെ കയ്യിൽ മൾട്ടി സ്റ്റോൺസ് ഉണ്ട്, ചിലരുടെ ഗുങ്കുരു ഉണ്ടാവാറില്ല, ചിലരുടെ കയ്യിൽ നിറയെ ഗുങ്കുരൂസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ്, ഈ സ്റ്റോറിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 270 റുപ്പീസാണ് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ. ഈ ചോക്കറും അതേപോലെ തന്നെ കമ്മലും കൂടി ഒരുമിച്ച് വരുമ്പോൾ നല്ല അഫോർഡബിൾ അല്ലേ, അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പിന്നെ കഴുത്തിന് കുടുങ്ങി കിടക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ് കേട്ടോ. ഈ നെക്ക് പീസിൻ്റെ ഒപ്പം തന്നെ കമ്മലും വരുന്നുണ്ട്. എനിക്കിത് ഒറ്റയ്ക്ക് ഇടുന്നതായിരിക്കും കൂടുതൽ നന്നാവാൻ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മലുണ്ടോ കുറച്ച് അധികം വലിപ്പമുണ്ട്. ഹുപ്സിലതേ ഇങ്ങനെ കുറേ മണികളായിട്ട് വന്നിട്ടുണ്ട്, ഗുങ്കുരൂസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കമ്മലും അതേപോലെ തന്നെ ഈ ചോക്കോ പീസിൽ നിറയെ ഗുങ്കുരൂസ് ആണ് കേട്ടോ. ഇതൊരു പക്ക ഓക്സിഡൈസ്ഡ് അല്ല, എന്നാൽ പക്ക സിൽവറും അല്ല, രണ്ടിൻ്റെയും നടുക്കിലാണ്. ഇങ്ങനത്തെ പാദസരം കണ്ടു. പാദസരം എന്ന സെൻസ് ലൈക്ക് ഇങ്ങനെ കിളിങ്ങണ രീതിയിലല്ല, ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ ഭയങ്കര വലിയ രാജകുമാരിമാർ അങ്ങനെയൊക്കെ കാണാറില്ല, അനുഷ്കയുടെ സിനിമയൊക്കെ കാണാറില്ല. അപ്പോൾ അതിൽ ഇങ്ങനത്തെ പാദസരമാണ് കേട്ടോ നമ്മൾ കാണുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ചോക്കറും അതേപോലെ തന്നെ ഈ കമ്മലും രണ്ടും കൂടി ഒരുമിച്ചിട്ട് 339 റുപ്പീസാണ്. അപ്പോൾ 340 എന്ന് പറയാം. ഇത് ഞാൻ ഒരു കുട്ടി ചിക്കൻ കറി അനാർക്കലിയുടെ ഒപ്പം ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊരു യൂട്യൂബർ കേട്ടോ, എനിക്കൊരു പേര് ഓർമ്മയില്ല. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാൻ കാണാനായിട്ട്. ആ കുട്ടി ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. സെയിം ഇത് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കുറേ നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അമ്മയും അച്ഛനും കൂടിയിട്ട് കാൺപൂർക്ക് പോകണ്ടായിരുന്നു. ഞങ്ങളും കൂടെ പോകാൻ നിന്നത് ഡൽഹിയിലേക്കൊക്കെ. പക്ഷെ പിന്നെ കൊറോണ വന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അച്ഛനും അമ്മയും അനിയനും കൂടി കാൺപൂർ പോയിട്ട് പിന്നെ അവിടുന്ന് ലക്നൌവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്നൌന്ന് ചിക്കൻ കറി അവിടുത്തെ പ്രത്യേകതയാണല്ലോ. അപ്പോൾ അവിടുന്ന് എനിക്ക് 2-3 ചിക്കൻ കറി സൽവാസൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പിന്നെ കുറച്ചധികം ഡ്രസ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അമ്മയുടെ അച്ഛൻ്റെ കയ്യിലുണ്ട് അത്. പിന്നെ നമ്മൾ തിരിച്ച് അച്ഛനമ്മയും പോകുമ്പോൾ പോയി കണ്ടില്ല, കാരണം കൊറോണയൊക്കെ കുറച്ചും കൂടി കൂടിയ സമയമായിരുന്നു. പിന്നെ റിസ്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മയും വരണ്ടാന്ന്, റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണ്ടാന്ന്. അപ്പോൾ തൃശ്ശൂർ വീട്ടിൽ കുറച്ചധികം ഡ്രസ്സ് ഇരിക്കുന്നു, പുതിയ ഡ്രസ്സ് എന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ കറി കുർത്താസ് ഉണ്ട്, പിന്നെ ജാക്കറ്റ്സ് ഉണ്ട്, ഡെനിം ജാക്കറ്റ്സ് ഇല്ലേ അതുണ്ട്, പിന്നെ 1-2 ഡ്രസ്സ് എന്തൊക്കെയോ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഈ നാട്ടിൽ പോയിട്ട് വേണം ചിക്കൻ കറി കുർത്തയുടെ ഒപ്പം ഇത് നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കമ്മൽ നമുക്ക് എന്തായാലും കുർത്താസിൻ്റെ ഒപ്പമൊക്കെ ഇടാവുന്നതാണല്ലോ, നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. കിളികിലാന്ന് ഒരു ശബ്ദമുണ്ട് കേട്ടോ. ഇങ്ങനെ ഗുങ്കുരൂസ് ഉള്ളത് നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് 339 റുപ്പീസ് കേട്ടോ. അത് നന്നായിട്ടുണ്ട്, ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ അടുത്തത് ഒരു കമ്മലാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാവും, ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം പേരുടെ കയ്യിലുണ്ട്. അതിപ്പോൾ ഈ അടുത്ത് ഐശ്വര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഹോൾ വീഡിയോ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൻ്റെ ആ കുട്ടി പിക്ചേഴ്സ് അയച്ചു തന്നപ്പോൾ ഒരു 10-20 ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ആദ്യം സെലക്ട് ചെയ്തതാണ്. എനിക്ക് നല്ലോണം വേണമെന്നുണ്ടായിരുന്നു. എന്ത് രസമാണെന്നറിയോ. പക്ഷേ ഇതിനൊട്ടും കനമില്ല കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ജുംക്കി ഉണ്ടല്ലോ, ജുംക്കൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, പേൾസ് ആണെങ്കിലും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരൊറ്റ കമ്മലിട്ടാൽ മതി, അതും ഒരു വൈറ്റ് അനാർക്കലി ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഒറ്റൊരു കമ്മലിടാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 225 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇതൊരെണ്ണം മേടിച്ചോളൂ. ഇത് ഒരുപാട് ഡ്രസ്സിനൊപ്പം ഇടാൻ പറ്റും. ഒരു കല്യാണത്തിനോ എന്തെങ്കിലും ഒരു പാർട്ടി ഫംഗ്ഷൻ എന്തെങ്കിലും പോകുമ്പോൾ സൽവാറൊക്കെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനാർക്കലിയൊക്കെയാണ് ഇടുന്നത്,
അങ്ങനെയാണെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാവരും ശ്രദ്ധ നമ്മുടെ മുഖത്തേക്ക് ഉണ്ടാവും. നല്ലൊരു രസമായിട്ടുള്ള പീസാണ് കേട്ടോ. ഭയങ്കര യുണീക്ക് പീസല്ല, കാരണം ഇത് ഒരുപാട് പേരുടെ കയ്യിലുള്ളതാണ്, പക്ഷെ നല്ല നല്ല ഭംഗിയുള്ളൊരു പീസാണ്. പിന്നെ അടുത്തൊരു കമ്മൽ എഗെയിൻ ജുംക്കിയാണ്, പക്ഷേ ഇതൊരു വെറൈറ്റി ജുംക്കിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ നീളം കണ്ടോ, എന്തൊരുമില്ല. എത്ര ഉണ്ട്, 1 2 3 4 ഇങ്ങനെ 4 വെച്ചാൽ എതളുകൾ പോലെയൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ജുംക്ക വരുന്നത്. താഴെ കുറച്ച് പേൾ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക ടൈപ്പ് ഓഫ് പെയിൻ്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരുപാടെണ്ണം ഉണ്ട്. ഇപ്പോൾ കമ്മലുകൾ ഇങ്ങനത്തെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കളറ് നല്ല രസമായിട്ടുണ്ട്. ഒരു ഫ്ലൂറിസൻ പിങ്ക് ആണ്, അതുപോലെ ക്രീം. പിന്നെ ഇവിടുത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല രസമായിട്ടുണ്ട്. ഇതിൽ ഓഫ് വൈറ്റിൽ ഇങ്ങനെ പിങ്ക്, ഫ്ലൂറിസൻ പിങ്ക് കളറിൽ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഈ പെയിൻറ്റ് കാണുമ്പോൾ ഭയങ്കര പെട്ടെന്ന് പോണ പോലെയാണോ, അതല്ലെങ്കിൽ ഇങ്ങനെ ഈ ചീപ്പ് ക്വാളിറ്റി അങ്ങനെ തോന്നുന്നില്ല. നല്ല രസമായിട്ട് തന്നെയുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 360 റുപ്പീസാണ് കേട്ടോ. 360 രൂപയാണ്. എഗെയിൻ വലിയ കമ്മൽ ഇടുന്നവർക്ക് ഇത് നല്ലതായിരിക്കും. എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോസൊക്കെ ഇടുന്നവരൊക്കെ ആണെങ്കിൽ, ഇൻസ്റ്റഗ്രാമിൽ മാത്രമല്ല, ഇങ്ങനെ കുറച്ച് മോഡലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളാണ്, കുറച്ച് ഇതിലൂടെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പീസസ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഇതിൻ്റെ സ്റ്റഡ് എന്ന് പറയുന്നത് ഓമും തൃശ്ശൂലും കൂടിയിട്ടാണ്. പിന്നെ താഴേക്ക് ജുംക്ക എന്ന് പറയുന്നത് സാധാരണ ഒരു ജുംക്കയുടെ പാറ്റേൺ അല്ല, ഇതൊരു കിളിക്കൂട് പോലെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വരുന്നത്. താഴെ ബീഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് സിൽവറും അതേപോലെ ഓക്സിഡൈസ്ഡ് ഗോൾഡും രണ്ടും കൂടിയിട്ട് വരുന്നുണ്ട്. അതൊരു നല്ല രസമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡ്രസ്സിനൊപ്പം ഇടാവുന്നതാണ്. ഗോൾഡൻ ടച്ച് ഉണ്ടെങ്കിലും ശരി, സിൽവർ ടച്ച് ഉണ്ടെങ്കിലും ശരി, രണ്ടിൻ്റെ ഒപ്പം ഇടാവുന്നതാണ്. ഇതൊരു യുണീക്ക് കമ്മലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 150 റുപ്പീസാണ്. ഇത് ലൈറ്റ് വെയ്റ്റും ആണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കനം തോന്നി, പെട്ടെന്ന് ഊരി വെക്കണം തോന്നുന്നു, അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള നെക്ക് പീസാണ്. നമുക്ക് സാധാരണ എന്തിനൊപ്പം വേണമെങ്കിലും ഇടാം. ഹിന ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദി ആക്ട്രസ് ഇല്ലേ, സീരിയൽസ് ഒക്കെ ചെയ്തിട്ടുള്ള, ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു ആള്. അപ്പോൾ ആളൊരു സെൽവാറിൽ അല്ല ഏത് ഡ്രസ്സിൻ്റെ ഒപ്പമായിരുന്നു, ഏതൊരു ഡ്രസ്സിൻ്റെ ഒപ്പം ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഇൻസ്പയർഡ് ചെയിൻ എന്ന് പറഞ്ഞിട്ടാണ് അത് എഴുതി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു സിമ്പിൾ ചെയിനാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസാണ്. ഇതും ഓക്സിഡൈസ്ഡ് ഗോൾഡ് ആണ് കേട്ടോ. അടുത്ത കമ്മൽ ഒരു മയിലിൻ്റെ കമ്മലാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കമ്മൽ എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒപ്പം ജുംക്കി ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് മയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്നായിരുന്നു അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു വേറെ പാറ്റേൺ ആണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് സാരീസിനൊപ്പം അതുപോലെ തന്നെ ലെഹങ്ക അങ്ങനത്തെ ഡ്രസ്സിന് ഒക്കെ ഒപ്പം ഇടാൻ പറ്റിയതാണ്. ഒരു നോർമൽ കമ്മലാണ്, ഒരു ഡിഫറെൻറ്റ് വെച്ചാൽ മയിലൊക്കെ ഉണ്ടെന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ, നന്നായി. പേൾ ചോക്കറാണ് കേട്ടോ. പേൾ ചോക്കറിൽ ഒരു പൂവാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേൾ അത്ര ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ ഇതെനിക്ക് കണ്ടപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പോലെ തോന്നി. എസ്പെഷ്യലി കമ്മൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇത് കണ്ടോ, ഒരു പൂവ്, ഒരു കുഞ്ഞ് സ്റ്റഡ്, കുന്തൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ രമ്യ നമ്പീഷൻ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാവും. റെഡ് സാരിയും ഒരു ബ്ലാക്ക് അല്ല ആക്ച്വലി, അതെ ബ്ലാക്ക് ആണോ ഗ്രീൻ ആണോ, ഇതേപോലത്തെ തന്നെ ചോക്കറ്. ഇതിൻ്റെ ബീഡ്സ് ബ്ലാക്കോ ഗ്രീനോ ആണ്, ഇതേപോലത്തെ തന്നെയാണ്. അപ്പോൾ ഞാൻ അത് തപ്പി നടക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കിട്ടണില്ലല്ലോ, അപ്പോൾ പിന്നെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് സെയിം തന്നെ കിട്ടിയിട്ടോ. ഞാൻ രമ്യ നമിഷൻ്റെ ഫോട്ടോയിൽ തന്നെ നോക്കിയപ്പോൾ അതിൻ്റെ ജ്വല്ലറി സ്റ്റോർ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചു. ഓർഡർ ചെയ്തിട്ട് കുറച്ച് നാളായി, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ സാരി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ തന്നെ മേടിക്കുക ചെയ്തത്, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. ഈ കൊറോണയൊക്കെ കാരണം കുറച്ച് ഇടയ്ക്ക് ഭയങ്കര ഇഷ്യൂ, ഇപ്പോഴും ഭയങ്കര ഇഷ്യൂ ആയിട്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റിൽ എല്ലാം ഡിലേ ആണ്. അപ്പോൾ അത് വന്നിട്ട് വേണം നമുക്ക് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട്. ശരിക്കും ഞാൻ ആദ്യം ഇത് മതി എന്ന് പറയാൻ കാരണം ആ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട്, പിന്നെ എനിക്ക് ശരിക്കുള്ളത് തന്നെ കിട്ടി. പക്ഷെ നല്ല സാരി നമുക്ക് ലെഹങ്ക സാരിയുടെ ഒപ്പം ഒക്കെ ഇടാനായിട്ട് നന്നായിട്ട് ചേരും കേട്ടോ. അപ്പോൾ കഴിഞ്ഞു, ഇത്രയും ജ്വല്ലറി ആണ് കേട്ടോ. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കമ്മലിൽ ഈ പേളിൻ്റെ കമ്മൽ തന്നെയാണ്. പിന്നെ എനിക്ക് ഈ ചോക്കർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇതാ ഈ ചോക്കറും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ജ്വല്ലറി, ഇങ്ങനത്തെ ഏത് ടൈപ്പ് ഓഫ് ജ്വല്ലറി ആണെങ്കിലും അതിലുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. VP സ്റ്റോർ എന്നാണ് പേര്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ മേടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, സ്വീ ഫാമിലി എന്നാണെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ 10% ഓഫ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. 65 രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ്. അപ്പോൾ നമ്മൾ ഒരു 3-4 ജ്വല്ലറി ഒക്കെ മേടിക്കുകയാണെങ്കിൽ
സ്റ്റിൽ അതൊരു നഷ്ടമായിട്ട് കണക്കാക്കണം. കാരണം അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലാണ് ഉള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ വീഡിയോസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് എടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണാണ്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.